വെൽക്കം ടു ജോബീസ് കിച്ചൻ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മുട്ട പുഴുങ്ങുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ മുട്ട പുഴുങ്ങുമ്പോൾ അത് പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നു, അതുപോലെ തന്നെ മുട്ടയുടെ തൊണ്ട് പൊളിക്കുന്ന സമയത്ത് നന്നായിട്ട് പോരുന്നില്ല, കഴമ്പൊക്കെ പോരുന്നു, അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ മുട്ട പുഴുങ്ങിയത് എങ്ങനെ തയ്യാറാക്കും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നന്നായി കഴുകിയെടുത്ത 4 മുട്ടയാണ് എടുത്തേക്കണത്. ഇതൊരു പാത്രത്തിലിട്ട് മുട്ടയുടെ മുകളിൽ വെള്ളം വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കുക. ഒരല്പം ഉപ്പ് നമ്മൾക്ക് ഇതോടൊപ്പം ഇട്ട് കൊടുക്കാം. മുട്ടയുടെ തൊണ്ട് പൊളിക്കുമ്പോൾ ഈസി ആയിട്ട് പോരാൻ വേണ്ടിയാണ് ഉപ്പ് നമ്മളിടുന്നത്. അത് മാത്രമല്ല മുട്ട നല്ല ടേസ്റ്റി ആവുകയും ചെയ്യും. നമ്മൾ മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. അപ്പോഴാണ് മുട്ട പൊട്ടി ആകെ ചീത്തയായി പോകുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് മുട്ട വേവിക്കുക. അതേമാതിരി തന്നെ ആ മുട്ട ആ വെള്ളത്തിൽ കിടന്ന് ചൂടാറുന്നത് വരെ വെള്ളത്തിൽ കിടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ചൂടുള്ള വെള്ളത്തിൽ നിന്ന് എടുത്ത് ഉടനടി മുട്ട പൊളിക്കരുത്. നന്നായി ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ചൂടാറിയതിന് ശേഷമേ മുട്ടയെടുത്ത് തൊണ്ട് പൊളിക്കാവൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തൊണ്ട് കളഞ്ഞിട്ട് ഈസി ആയിട്ട് തൊണ്ടെല്ലാം നമുക്ക് കളയാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചെറിയ വണ്ണം കുറഞ്ഞ നൂലോ അതല്ലെങ്കിൽ ഈറയോ വെച്ച് മുറുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിലും നല്ല ഫിനിഷിങ്ങിലും നമ്മൾക്ക് മുട്ട കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനൊരു പാത്രം എടുത്തിട്ട് ഒരു മുട്ടേനെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് അതിന് മുകളിൽ അല്പം കുരുമുളക് പൊടി വിതറിയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി നമുക്ക് തൂവി കൊടുക്കാം. ഇങ്ങനെ മുട്ട സെറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടിയും ആസ്വാദികരമായ രീതിയിൽ ഇത് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.